നമ്മുടെ ബേജ് ട്രിപ്പിന്റെ മൂന്നാമത്തെ വീഡിയോ ആയി കേട്ടോ. നമ്മളിപ്പോ പോകുന്നത് നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് കേട്ടോ. ആ പോകുന്ന വഴിയാണ് കേട്ടോ ഇതൊക്കെ. അതായത് ഈ പോകുന്ന രണ്ട് വഴികളിലും നിറയെ ഈ ഒലിവ് മരങ്ങളും അതുപോലെ ആൽമണ്ട്സ് ഒക്കെ കേട്ടോ. ഈ നിൽക്കുന്നതൊക്കെ ഒലിവ് മരങ്ങളാണ്. എല്ലാത്തിലും നിറയെ നിറയെ കായകളും ഉണ്ട് കേട്ടോ. ഇപ്പൊ ഇതിന്റെയൊക്കെ സീസൺ ആയതിന്റെ പേരിൽ നിറയെ കായ കേട്ടോ എല്ലാത്തിലും. അതുപോലെ ഈ ഫ്രണ്ടിൽ കാണുന്ന ഇതുണ്ടല്ലോ, ഇത് ആൽമണ്ട്സ് കേട്ടോ. ഈ സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നത്, ഇങ്ങനെ ലൈൻ 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 ആയിട്ട് നിൽക്കുന്നത്, ഇത് ഇവിടുന്ന് തുടങ്ങി കണ്ണെത്താ ദൂരം വരെ ഇങ്ങനെ കിടക്കും കേട്ടോ ഈ ആൽമണ്ട്സിന്റെ തോട്ടങ്ങൾ. പിന്നെ ഞങ്ങൾ പോയ സമയത്ത് അവിടെ ചൂട്, ഭയങ്കര ചൂടായിരുന്നു. ഞങ്ങളൊക്കെ നിന്ന് വേർക്കുമായിരുന്നു. എന്തോ 40 എബോ ഒന്നുണ്ടായിരുന്നു ആ ടൈമിൽ ടെമ്പറേച്ചർ അവിടെ. ഇത് കണ്ടോ, ഞങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ടിന്റെ വീട്ടിൽ ചെന്നതിന് ശേഷം ഞങ്ങൾ ഇങ്ങനെ ആൽമണ്ടിന്റെ തോട്ടത്തിൽ ഇറങ്ങിയത് കേട്ടോ. ഇത് പച്ച കായാണ് ഈ ആൽമണ്ടിന്റെ ഈ കാണുന്നതൊക്കെ. നമ്മൾ ഈ ഉണങ്ങിയ കായ കഴിക്കുന്ന ടേസ്റ്റ് അല്ല ഈ പച്ച, വേറൊരു ടേസ്റ്റ് കേട്ടോ. നല്ല ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ കുറെ പിച്ചി പിച്ചി തിന്നു കേട്ടോ. ഇത് കണ്ടോ, ഇതിന്റെ ഉൾഭാഗമാണ് ഈ കാണുന്നത്. പൊട്ടിക്കാനൊക്കെ അത്യാവശ്യം കഷ്ടപ്പാടാ, എന്നാലും ഞങ്ങൾ കടിച്ചൊക്കെ ഇത് പൊട്ടിച്ചെടുത്ത് എന്നിട്ട് കുറേ കായ ഞങ്ങൾ പിച്ചി. അവിടെ നിന്ന് കുറേ കായൊക്കെ പിച്ചി ഞങ്ങൾ കഴിച്ച്. ശരിക്കും അങ്ങനെ പിച്ചിക്കൂടാ, അവർ കണ്ടുകഴിഞ്ഞാൽ വഴക്ക് പറയും. പക്ഷെ നമ്മളതൊന്നും നോക്കിയില്ല, നമ്മളതൊന്നും പിച്ചി കണ്ട സന്തോഷത്തിന് പേര് കുറേ പിച്ചി കഴിച്ചു കേട്ടോ. ഭയങ്കര വെയിലായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഈ വണ്ടിയിലൂടെ ആണെങ്കിൽ ഈ ഒലിവ്സിന്റെ അതുപോലെ ആൽമണ്ട്സിന്റെ ഒക്കെ തോട്ടത്തിലൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്ത് നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ഈ കുഞ്ഞു തൈകൾ കണ്ടിട്ട് ആരും വിചാരിക്കുന്നുണ്ട് ഇത് കായൊന്നും ഇല്ലെന്ന്. ഇത് നിറയെ കായാണ്, എല്ലാത്തിലും ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് കായ കേട്ടോ. നടന്നു കാണിക്കാനാണെങ്കിൽ നമ്മൾ നടന്നാലും തീരത്തില്ല, അതുപോലെ കിടക്കും. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പോയത്. ഇനി ഞങ്ങൾ ചെന്നത് ഒരു 8 മണിയൊക്കെ സമയത്താണ് ഇതിനകത്ത് ഇറങ്ങിയത്. ആ സമയത്ത് ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാനും കൊണ്ട് നിൽക്കുമായിരുന്നു. നല്ല ഭംഗിയായിരുന്നു. അപ്പൊ ഞങ്ങൾ കുറച്ചുകൂടെ ടോപ്പിലേക്ക് പോയ സമയത്ത് ഇത് കാണാനൊക്കെ ഉണ്ട്, സൂര്യൻ ഇങ്ങനെ അസ്തമിച്ച് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു അഡ്വഞ്ചർ ട്രിപ്പ് ആണെന്ന് വേണമെങ്കിലും പറയാം കേട്ടോ. ഞങ്ങൾ ഈ പോയ വഴികളൊക്കെ അങ്ങനത്തുള്ള വഴികളായിരുന്നു. എന്താ പറയുന്നത്, മൊത്തം ഈ കട്ടറും കാര്യങ്ങളൊക്കെയാണ്. ഇത് കണ്ടോ, ഇപ്പൊ ഞങ്ങൾ ഈ നടന്നു പോകുന്ന ഈ വഴി തന്നെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. എന്താ പറയുന്നത്, ഭയങ്കര ചെറിയ, അതായത് ഫുള്ള് കല്ലും കാര്യങ്ങളൊക്കെ ആട്ടോ. വീഴുവോ ഇല്ലയോ എന്നൊക്കെ പേടിച്ച് ഞങ്ങൾ നടന്നു പോയത്. ശരിക്കും ഇതിനെന്തോ പ്രത്യേകത ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഞങ്ങൾ ചെന്ന് അവർക്കും അറിയില്ലായിരുന്നു എന്താ സംഭവം എന്ന്, അവർക്കും അറിയില്ല. എന്തായാലും ഇങ്ങനെ ഈ ഇതിന്റെ മേളിൽ കയറുന്ന ഇങ്ങനെ ചുറ്റും നോക്കി നിൽക്കാൻ നല്ല ഭംഗിയാ കേട്ടോ. ഇവിടുന്ന് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇവിടുന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത്. ഇത് കണ്ടോ, സൂര്യൻ നമ്മൾ നോക്കി നിൽക്കുമ്പോൾ തന്നെ ഇങ്ങനെ കൺചിമ്മി അടയ്ക്കുന്ന സമയം കൊണ്ട് സൂര്യൻ ഇങ്ങനെ താന്നു പോകുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഈ വരുന്ന കൊച്ചു പയ്യനെ കണ്ടോ, അവനാണ് ഞങ്ങൾ അന്നത്തെ ദിവസത്തെ വഴികാട്ടി. അവൻ എവിടൊക്കെ ഞങ്ങളെ കൊണ്ട് പോകാൻ പറ്റുമോ അവിടെ എല്ലാം ഞങ്ങളെ കൊണ്ടുപോയി. എവിടെല്ലാം മലയും കുന്നും ഞങ്ങളെ കൊണ്ട് കയറാൻ പറ്റുമോ അവിടെ എല്ലാം ഞങ്ങളെ കൊണ്ട് കാണിച്ചു കേട്ടോ. ഇത് കണ്ടോ, തണുപ്പ് കാലമായിരുന്നു, നമുക്ക് കുറച്ചും കൂടെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ. ഇതിപ്പോ ചൂടായാലും അത്യാവശ്യം നല്ല ഭംഗിയാണ്. പക്ഷെ ഈ ചൂട് കൊണ്ട് നമ്മൾ പുഴുകി എന്താ പറയുക, വേർത്തൊലിച്ച അവസ്ഥയായി പോയി. കാറ്റൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെങ്കിൽ അന്നത്തെ കാര്യമൊന്നുമില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ ഇത് കണ്ടോ, ബഗ്ഗി ഓടിച്ചിങ്ങനെ കളിക്കുമായിരുന്നു. നല്ല രസമായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ഞങ്ങൾ എല്ലാവരും മാറി തിരിഞ്ഞ് ഓടിച്ചൊക്കെ കളിച്ച് ഞങ്ങൾ പിന്നെ തിരിച്ചു പോകും. ഇതൊക്കെ കണ്ടിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് ഞങ്ങൾ മറ്റൊരു സ്ഥലത്തൂടെ കയറിയിട്ട് ഒരു കുഞ്ഞ് അടുക്കളത്തോട്ടം, തക്കാളി, പയറ്, അങ്ങനത്തെയുള്ള കുറെ സാധനങ്ങൾ. പയറൊക്കെ ആയി വരുന്നേ ഉള്ളായിരുന്നു. തക്കാളി ആണെങ്കിൽ തീരാറുമായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടി ലാസ്റ്റ് നിൽക്കുന്നത് പോലെ കുറെ തക്കാളി കുട്ടന്മാർ അവിടെ നിൽപ്പുണ്ടായിരുന്നു. എല്ലാരും അങ്ങനെ തക്കാളി കുട്ടന്മാരെ പിച്ചി മാറ്റി. എല്ലാരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു കേട്ടോ, ഇത്രയും തക്കാളിക്ക് ഇങ്ങനെ പിച്ചാൻ കിട്ടിയ സമയത്ത്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രാത്രി വീട്ടിൽ ചെന്ന സമയം ഗ്രില്ല് ചെയ്യാനെ കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു കേട്ടോ. ഞങ്ങൾ ചെന്നതിന് ശേഷം ഞങ്ങൾ ചാളയും അതുപോലെ ചിക്കനും ഒക്കെ ഗ്രില്ല് ചെയ്ത്. ചാള ഗ്രില്ല് ചെയ്തിട്ട് നിങ്ങളാരും കഴിച്ചിട്ടുണ്ടോ? അതും ഇങ്ങനെ എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമുള്ള ഒരു സാധനം കേട്ടോ. ചാള ഇങ്ങനെ വെറുതെ ഉപ്പിട്ടിട്ട് ഗ്രില്ല് ചെയ്തെടുക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അത്. പിന്നെ ചിക്കൻ പിന്നെ പറയണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സാധനമല്ല ചിക്കൻ ഗ്രില്ല് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ ഇരുന്ന് കേട്ടോ, ഗ്രില്ലൊക്കെ ചെയ്ത് കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്നു. പിന്നെ എല്ലാവരും ടയർഡായിട്ട് പോയി കിടന്നുറങ്ങി. പിറ്റേ ദിവസം ഞങ്ങൾ പോകാനെ കൊണ്ട് റെഡി ആവുമായിരുന്നു.
അങ്ങനെ ഞങ്ങൾ എല്ലാവരുടെ യാത്രയൊക്കെ പറഞ്ഞിറങ്ങി കേട്ടോ. ഞങ്ങൾ പോകുന്ന വഴിക്കത് ഈ ഒരു ഒലിവ് മരത്തെയും കൊണ്ട്. ഈ ഒരു ഒലിവ് മരത്തിന് 150 വർഷത്തെ പഴക്കമുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബൈ.